ഹായ്. എല്ലാ അമ്മമാരുടെയും കണി രാവിലെ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? ഞാനും അതുപോലെ തലേന്ന് എല്ലാം റെഡിയാക്കി വെച്ച് എല്ലാവരും സഹായിച്ചു. ഹസ്ബൻഡും മക്കളും അനിയൻ്റെ മോളും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് വിഷുക്കണി എല്ലാം റെഡിയാക്കി വെച്ചത്. എനിക്ക് ഈ വലിയ കൃഷ്ണയില്ല, ഇത് അനിയൻ്റെ വീട്ടിലായിരുന്നു. അവിടെ വീട് പണി 2ാം നില പണി നടക്കുന്നത് കൊണ്ട് അവിടെ കണി വെച്ചില്ല ഈ വർഷം. അതുകൊണ്ട് അവിടെ നിന്നുള്ള ആണ് ഈ നീല കൃഷ്ണന്. ഈ ചെറിയ കൃഷ്ണനില്ല, അതാണ് ഞങ്ങളുടെ കൃഷ്ണൻ. അപ്പം 2 കൃഷ്ണനെയും കിട്ടിയപ്പോൾ 2 പേരും ഇരിക്കട്ടെ, വിഷു അല്ലേ, ആർക്കും വിഷമം തോന്നണ്ടെന്ന് വെച്ച് എല്ലാവരെയും രാവിലെ കണി കാണിച്ചിട്ട് എല്ലാവർക്കും അപ്പം തന്നെ കൈനീട്ടം കൊടുക്കുകയും ചെയ്തു. പിന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നു വീട്ടിലാണ്, വിഷുവാണ്, എല്ലാവർക്കും സദ്യ വീട്ടിൽ ഒരുക്കിയേക്കാന്ന് പറഞ്ഞ് അവിയലുണ്ടാക്കി, തോരൻ ഉണ്ടാക്കി, പരിപ്പ്, പുളിശ്ശേരി, പപ്പടം, പായസം എല്ലാം റെഡിയാക്കി. ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ വളരെ ഹാപ്പി ആയിട്ടിരുന്ന് സദ്യയൊക്കെ കഴിച്ച് അതിനുശേഷം കുടുംബത്തിൽ ഒരാൾ കഴിഞ്ഞ ദിവസം പെണ്ണ് കാണാൻ പോയിരുന്നു. അവൻ്റെ വകയായിട്ട് എല്ലാവർക്കും കുൽഫിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. എല്ലാവരും അതൊക്കെ കഴിച്ച് അതിനുശേഷം അനിയൻ പോയിട്ട് മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതൊക്കെ എല്ലാവരും കഴിച്ച് അതിനുശേഷമാണ് ഉച്ചയ്ക്ക് മുഴുവൻ സദ്യ അല്ലായിരുന്നു, പച്ചക്കറിയുടെ മേളമായിരുന്നു. വൈകുന്നേരം കളറാക്കാൻ വേണ്ടി ചിക്കനും ചപ്പാത്തി ആക്കിയാലോ എന്ന് വെച്ച് ചിക്കൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. രാത്രി തന്നെ കറി വെച്ച് എല്ലാവരും രാത്രി ചിക്കനും ചപ്പാത്തിയൊക്കെ കഴിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വിഷുവായിരുന്നു കഴിഞ്ഞ് പോയത്. എല്ലാവരും കൂടെ ചേരുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ ബൈ.